Hi friends, welcome to Shameeskitchen kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ വേനൽ ചൂടിനെ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഓറഞ്ച് ഒന്ന് 2 പീസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓറഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ മുസമ്പി നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ആ പുറം ഭാഗത്തുള്ള തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റാം. നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഒരു പുറംതോടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയാണ്. അപ്പോൾ ആ ഇഞ്ചി വന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടും. അതിൻ്റെ പേരിലാണ് ആ ഒരു ചെറിയ പീസായിട്ട് മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പിഞ്ചളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നല്ലൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലയും കൂടി ചേർക്കാം. ഇനി വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ നമ്മുടെ ഈ ജ്യൂസിന്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല തിക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് എല്ലാം തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കിത് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാലും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.